എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ്ങിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണിത്. കാണാനും നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമുക്ക് ഗസ്റ്റിനൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൽ ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി, മൈദപ്പൊടി, പിന്നെ മുട്ടയാണ്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈദ മാത്രം വെച്ചിട്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഈ ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദപ്പൊടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാൻ അതിലോട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്യുകയാണ്. ടോട്ടലായിട്ടുള്ള പൊടിയുടെ അളവ് അപ്പോൾ 1.5 കപ്പായി. ഇനി അതിലോട്ട് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. കുറച്ച് കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനൊരു തേങ്ങയുടെ പകുതിയാണ് ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തത്. ചെറിയ തേങ്ങയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. നമുക്കിങ്ങനെ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ മാവ് കിട്ടണം. ലാസ്റ്റ് നമുക്ക് കൺസിസ്റ്റൻസി ശരിയാവുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ആ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പുമാണ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് തിക്കായി തോന്നിയുകൊണ്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഏലക്കായുടെ പൊടിയാണ്. ഇനി ഈ ബാറ്റർ നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോഴേ നല്ല കറക്റ്റായിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്റർ നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് ഇപ്പോൾ ഇരിക്കുന്നത്. അധികം ലൂസും അല്ല, അധികം കട്ടിയല്ല. നമുക്ക് ഇതൊരു ചെറിയ ബോട്ടിലാക്കിയിട്ടാണ് ഈ അപ്പം തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന പോലത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കാം. ഒരു ഹോളുള്ള ബോട്ടിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ പണ്ടത്തെ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള പാലിൻ്റെ ഒക്കെ കവർ ഉണ്ടാവില്ലേ, അതിൽ കുറച്ച് ഒഴിച്ചിട്ട് ചെറിയ അതിൻ്റെ ഒരു കോർണറിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു മീഡിയം ലെവലിലേക്ക് തീ കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം. എല്ലാ ലൈൻസും തമ്മിലൊരു കണക്ഷൻ വേണം, എന്നാലല്ലേ നമുക്കിതിങ്ങനെ വേവിച്ചിട്ട് പൊന്തിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊട്ടി പൊട്ടി പോകും. ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ അളവിൽ നെയ്യ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇത് ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്തും ഫ്രൈ പാനിലൊന്ന് ചെറുതായിട്ട് നെയ്യ് തടവി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നെയ്യിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. അധികം നെയ്യൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ചെറിയൊരു കോട്ടിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വെന്തുന്ന് തോന്നുമ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെയാണ് അത് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള മാവും ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ നല്ലൊരു പാൻ കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.